ഹായ് ഫ്രണ്ട്സ്, നമ്മൾ SCRT ചാപ്റ്റേഴ്സിൻ്റെ സീരീസിലെ അടുത്ത 8ാം ക്ലാസ്സിലെ കോശജാലകങ്ങൾ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്റർ നോക്കുന്നത് സയൻസിലെ. അപ്പോൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാഡീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്, രക്തകോശങ്ങളുണ്ട്, പലതരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ ഒരു കോശങ്ങളിലെ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും വിവിധ തരത്തിൽപ്പെട്ട കോടിക്കണക്കിന് കോശങ്ങളാൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നാഡീകോശങ്ങൾ, അതുപോലെ തന്നെ പേശീകോശങ്ങൾ, രക്തകോശങ്ങൾ, അസ്ഥികോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യ ശരീരത്തിൽ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നാഡീകോശമുണ്ട്, അതുപോലെ തന്നെ പേശീകോശമുണ്ട്, രക്തകോശമുണ്ട്, അസ്ഥികോശമുണ്ട്. ഇങ്ങനെ ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊരു മഹാത്ഭുതമാണ് ഈ ശരീരം! ഈ കോടാനുകോടി കോശങ്ങളെല്ലാം കൂടി കുഴയാതെ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, മനുഷ്യശരീരം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ സുസ്ഥിതിക്കാധാരം. കോശങ്ങൾ ഒറ്റയ്ക്കായി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മകളാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം കോശങ്ങളെ കലകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ കോശങ്ങളുടെ കൂട്ടമാണെന്ത്? കലകൾ, ടിഷ്യൂ എന്ന് പറയുന്നത്. കോശങ്ങളുടെ കൂട്ടമാണെന്ത്? കലകൾ അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ബഹുകോശ ജീവികളായ ജന്തുക്കളിലും അതുപോലെ സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കലകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം സഹായിക്കുന്നു. ചിത്രീകരണം എന്താണ്? 2.1 പേശി കോശവും നാഡീകോശവും തിരിച്ചല്ലോ. ഇവ 2 കോശങ്ങളാണെങ്കിലും കാഴ്ചയിൽ എത്ര വ്യത്യാസം എന്താകാം? ഈ വ്യത്യാസത്തിന് എന്താണ് അടിസ്ഥാനം? ഇത് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്ക് നോക്കാം. അപ്പോൾ കലകൾ എന്ന് പറയുന്നത് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളാണ് കലകൾ. ഒരേ കോശത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്, ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളെയാണ് കലകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സിദ്ധാന്തം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. ആ സിദ്ധാന്തത്തിൽ നിന്ന് അതിൽ നിന്ന് ഭ്രൂണകോശങ്ങൾ, അതിൽ നിന്നാണ് ഈ നാഡീകോശങ്ങൾ, അസ്ഥികോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. പിന്നെ എന്താ പറയാനുള്ളത്? വിത്ത് കോശങ്ങൾ, സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളെയാണ് വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നു. ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായി മാറുന്നു. അപ്പോൾ വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങളായിട്ട് മാറുന്നത് ഒരു വൈവിധ്യവൽക്കരണങ്ങളുടെയാണ്. വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായി മാറാനും വിത്ത് കോശങ്ങൾ തന്നെയായി തുടരാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ വിത്ത് കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളായിട്ട് മാറാൻ പറ്റും. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്ന ഇവയിൽ നിന്നാണ് മജ്ജ, ത്വക്ക്, അന്നപദം മുതലായ ശരീരഭാഗങ്ങളെല്ലാം വിത്ത് കോശങ്ങളുണ്ട്. അപ്പോൾ മജ്ജയിലെ, ത്വക്കിലെ അന്നപദം, മജ്ജ, ത്വക്ക്, അതുപോലെ തന്നെ അന്നപദം, ഇതിലൊക്കെ എന്തുണ്ട്? വിത്ത് കോശമുണ്ട്. ഈ വിത്ത് കോശങ്ങളിൽ നിന്ന് ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ. ഇവ മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഗവേഷണശാലകളിൽ സവിശേഷ സാഹചര്യങ്ങളിൽ വിത്ത് കോശങ്ങളിൽ നിന്ന് അഭിലഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രലോകത്തിന് കഴിയും. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും കൃത്രിമമായ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിത്ത് കോശ ഗവേഷണം വൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. രക്തത്തിലെ വിത്ത് കോശങ്ങളിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത രക്തക്കുഴലുകൾ. അപ്പോൾ രക്തത്തിലെ വിത്ത് കോശങ്ങളിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത രക്തക്കുഴലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വിവിധ ഇനം ജന്തുകലകളെക്കുറിച്ച് നമുക്കിവിടെ നോക്കാം. ജന്തുകലകൾ ഏതൊക്കെ? അനിമൽ ടിഷ്യൂ ഏതൊക്കെയാണ്? ആവരണകല, നാഡീകല. ഈ ആവരണകല എന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് ആവരണകല. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവ ധർമ്മങ്ങൾ നിർമ്മിക്കുന്നത് ആവരണകലയാണ്. അത് എവിടെയാണ്? ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക ചെയ്യുക. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയിൽ കാണപ്പെടുന്ന ഈ ആവരണകലയാണ്, അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പോൾ നാഡീകല, നെർവസ് ടിഷ്യൂ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു. ഏത് നാഡീകല എന്ന് പറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈ നാഡീകലയാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ഈ നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ ശരീരത്തിനകത്തും പുറത്തുമുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഈ നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ ആണ്. അപ്പോൾ എന്താണ് ആവരണകല? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞ സംഗതി ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ
ധർമ്മത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ ഒക്കെ നിർവഹിക്കുന്നത് ആവരണ കലയാണ്, എപ്പിത്തൽ ടിഷ്യൂ ആണ്. അതുപോലെ നാഡീകല, നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞ സംഗതി ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നതാണ് നാഡീകലയാണ്. ഓക്കെ, ഇനി പേശീകല എന്ന് പറയുന്നത് മസ്കുലർ ടിഷ്യൂ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളെയാണ് പേശീകല എന്ന് പറയുന്ന സംഗതി. സങ്കോചിക്കാനും അതുപോലെ തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശീകല. ചലനം സാധ്യമാകുന്ന ഈ പേശീകലയിലൂടെയാണ്, മസ്കുലർ ടിഷ്യൂയിലൂടെയാണ് ശരീര ചലനം സാധ്യമാകുന്നത്. അടുത്താണ് യോജകല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയ യോജക കലകളാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, അതുപോലെ തന്നെ നാരുകല, രക്തം. ഇവയെല്ലാം അസ്ഥി, അതുപോലെ തന്നെ തരുണാസ്ഥി, അതുപോലെ തന്നെ നാരുകല, അതുപോലെ തന്നെ രക്തം എന്നിവയെല്ലാം യോജകലയാണ്. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണമാകുന്നതിന് നൽകുന്നു. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം, ഇവയെല്ലാം പദാർത്ഥ സംവഹനത്തിന് രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുകയാണ് ധർമ്മമാണ് യോജകലകളത്. ഏതൊക്കെ യോജകല? തരുണാസ്ഥി, അതുപോലെ തന്നെ അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഇനി എന്താ അവിടെ പറയാനുള്ളത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ, അസ്ഥികളെയും മറ്റ് പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായുക്കൾ, കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന നാരുകല എന്നിവയെല്ലാം ഈ ധർമ്മമാണ് നിർവഹിക്കുന്നത്. യോജകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നു. ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദ്രാവക കലയായ രക്തവും യോജകലകളിൽ പെടുന്നു. ശ്വസനവാതകങ്ങളിൽ പോഷകതലങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങിയ വ്യവസ്ഥകളായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്ന കലകളാണത് ഈ യോജക കലകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? സസ്യങ്ങളിൽ കണ്ടത്തിൻ്റെയും വേരിൻ്റെയും അഗ്രങ്ങളിലാണ് വളർച്ച പ്രധാനമായും കേന്ദ്രീകരിക്കുക. അപ്പോൾ കണ്ടത്തിൻ്റെയും അതുപോലെ തന്നെ വേരിൻ്റെ സസ്യങ്ങളിലെ കാണ്ഡത്തിൻ്റെയും അതുപോലെ തന്നെ വേരിൻ്റെയും അഗ്രഭാഗങ്ങളിലാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സസ്യ വളർച്ച നിശ്ചിത സ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മെരിസ്റ്റമിക് കലകൾ. എന്താ ഈ മെരിസ്റ്റമിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക് കോശങ്ങൾ. ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഈ സസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെയും അതുപോലെ തന്നെ വേരുകളുടെയും അഗ്രഭാഗത്ത് കാണുന്ന കോശങ്ങളാണ് മെരിസ്റ്റമിക് കോശങ്ങൾ, മെരിസ്റ്റമിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റമിക് കലകൾ എന്ന് പറയുന്നത്. മെരിസ്റ്റമിക് കോശത്തിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ കോശം തിരിയും ചിത്രങ്ങൾ താരതമ്യം ചെയ്യുക. ഇതാണ് ഒരു മെരിസ്റ്റമിക് കോശം, പൂർണ്ണ വളർച്ചയെത്തിയ കോശം ഇതാണ്. അപ്പോൾ എന്താണ്? ഈ സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളെയാണ് മെരിസ്റ്റമിക് കോശങ്ങൾ എന്ന് പറയുന്നത്. ഇവ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്നു. ഓർത്തിരിക്കുക. ഇനി മെരിസ്റ്റമിക് കലകളിൽ നിന്നാണ് വിവിധ ഇനം കലകളായ സസ്യകലകളായിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയുടെ വിവിധ ഇനം സസ്യകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവയെല്ലാം മെരിസ്റ്റമിക് കലകളിൽ നിന്നാണ്. മെരിസ്റ്റമിക് കലകൾ മെരിസ്റ്റമിക കലകളിൽ നിന്നുമാണ് വിവിധ ഇനം സസ്യകലകളായിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം, ഫ്ലോയം എന്നിവ ഉണ്ടാകുന്നത്. ഓർത്തിരിക്കുക. എന്താ പറയാനുള്ളത്? ഇവിടെ കോളൻകൈമ എന്ന് പറഞ്ഞ സംഗതി, പാരൻകൈമ എന്ന് സംഗതി, സ്ക്ലീറൻകൈമ, ഫ്ലോയം, സൈലം എന്ന് പറഞ്ഞ സംഗതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പാരൻകൈമ എന്ന് പറഞ്ഞ സംഗതി ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ എന്ന് പറഞ്ഞ സംഗതി. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് ഈ പാരൻകൈമ എന്ന് പറഞ്ഞ സംഗതി. പ്രകാശ സംശ്ലേഷണം, സംഭരണത്തിനും സഹായിക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് എന്താണ്? ഈ ഒരു പാരൻകൈമയാണ്. അപ്പോൾ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ പാരൻകൈമയാണ്. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന ഈ പാരൻകൈമയാണ്. കോളൻകൈമ എന്ന സമയം എന്താണ്? കോശഭിത്തിയിലൂടെ മൂലകളിലും മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് കോളൻകൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന ഈ കോളൻകൈമയാണ്. ഈ സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ കോശഭിത്തിയിലൂടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അതാണ് സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ. ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് കൂടി പറയാം. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് പാരൻകൈമ. മൃദുവായ സസ്യഭാഗങ്ങൾ കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻകൈമയാണ്. കോളൻകൈമ എന്ന് പറഞ്ഞാൽ കോശഭിത്തിയിലൂടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നതാണ് കോളൻകൈമ. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നാണ് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു സ്ക്ലീറൻകൈമ. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാര വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യേണ്ടതാണ്. ഈ ധർമ്മം നിർവഹിക്കുന്നത് അനുയോജ്യമായ
കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹനകൾ. പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാകാൽ ഇവ സങ്കീർണ്ണ കലകൾ, കോംപ്ലക്സ് ടിഷ്യൂ എന്നറിയപ്പെടുന്നു. സസ്യങ്ങളിലുള്ള 2 തരം സങ്കീർണ്ണ കലകളാണ് സൈലവും ഫ്ലോയും. എന്താണ് സൈലം? അതുപോലെ തന്നെ ഫ്ലോയം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുടലുകളായി രൂപപ്പെട്ടിരിക്കുന്നത് സൈലം. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന സൈലമാണ്. ദൃഢമായ കോശഭിത്തിയിലൂടെ കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് ഈ സൈലമാണ്. അപ്പോൾ നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. നീണ്ട കോശങ്ങൾ ചേർന്ന് കുടലുകളായി രൂപപ്പെട്ടിരിക്കുന്നു. വേരാഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ലേകളിലെത്തിക്കുന്നു. ദൃഢമായ കോശഭിത്തിയിലൂടെ കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. അതുപോലെ തന്നെ ഫ്ലോയം, കുഴലുകളുമായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നത് ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് ഈ ഫ്ലോയമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. എന്താ പറയാനുള്ളത്? കോശങ്ങൾ ചേർന്ന് കലകളുണ്ടാകുന്നു. കലകൾ ചേർന്നാലോ എന്താണ്? കലകൾ ചേർന്ന് കഴിഞ്ഞാൽ കലകൾ ചേർന്നിട്ട് നമുക്കിങ്ങനെ ഓരോരോ അവയവ രൂപീകരണമൊക്കെ അങ്ങനെ നടക്കുന്നത്. അവയവ രൂപീകരണം അങ്ങനെ നടക്കുന്നത്. ഇനി നിരവധി അവയവങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ശാരീരിക ധർമ്മങ്ങൾ അനുസ്യൂം നടക്കുന്നത്. ദഹന വ്യവസ്ഥയിലെ അവയവങ്ങൾ ഏതൊക്കെയാണ്? ആശയം, കരൾ, കുടൽ എന്നിവയെ കുട്ടായ പ്രവർത്തന ഫലമാണ് ദഹനം. എന്നാൽ ദഹനഫലമുണ്ടാകുന്ന പോഷകങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ ദഹന വ്യവസ്ഥ മാത്രം പ്രവർത്തിച്ചാൽ മതിയോ? അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ഇല്ലേ? ഒരു അവസ്ഥാ വ്യവസ്ഥയും വേറിട്ട് പ്രവർത്തിക്കാനാവില്ല. ഒരു അവയവ വ്യവസ്ഥയ്ക്കും വേറിട്ട് പ്രവർത്തിക്കാനാവില്ല. ഏത് ശാരീരിക പ്രവർത്തനവും പൂർണ്ണമാകുന്നത് വിവിധ അവയവ വ്യവസ്ഥകളിലൂടെയാണ്. കോശങ്ങൾ ചേർന്ന് കലകളും, കലകൾ ചേർന്ന് അവയവങ്ങളും. അപ്പോൾ കോശങ്ങൾ ചേർന്ന് എന്താ? കലകൾ ഉണ്ടാവുന്നു. കലകൾ ചേർന്ന് അവയവം ഉണ്ടാവുന്നു. അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥയുണ്ടാവുന്നു. ഓർത്തിരിക്കുക. അതവിടെ കാണിച്ചിരിക്കുന്നത് നോക്കേ. ആറ്റം എന്ന് പറയുന്ന സംഗതി ഏറ്റവും സ്മാളസ്റ്റ് യൂണിറ്റ് ആറ്റം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അത് ചേർന്ന് തന്മാത്രകൾ ചേർന്ന് കോശാംഗം, കോശത്തിൽ നിന്ന് കലകൾ ചേർന്ന് അവയവ വ്യവസ്ഥ, ജീവഗണം. അല്ലെങ്കിൽ ജീവിഗണം എന്നറിയപ്പെടുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയത് എന്തൊക്കെയാണ്? നമ്മൾ മെയിനായിട്ട് നോക്കിയത് എന്താണ് പാരൻകൈമ, എന്താണ് കോളൻകൈമ, സ്ക്ലെറൻകൈമ നമ്മൾ നോക്കി. അതുപോലെ തന്നെ എന്താ വിത്ത് കോശങ്ങൾ, എന്താ സ്റ്റം, ഒരു സിത്താണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് മനസ്സിലായി. കലകൾ, കോശങ്ങളുടെ വൈവിധ്യം, മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗവും വിവിധ തരം കോശങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത്. ഏതൊക്കെയാണ് കോശങ്ങൾ? നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ, നാഡീകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്, അസ്ഥികോശങ്ങളുണ്ട്, അതുപോലെ തന്നെ രക്തകോശങ്ങളുണ്ട്. ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക, കലകൾ. ജന്തുകലകളുണ്ട്. ജന്തുകലകളിൽ അനിമൽ ടിഷ്യൂ ആവരണകല, അത് ശരീരത്തിലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ്. അന്നപത്തിൻ്റെ ഗുൽഭിത്തി ആവരണം ചെയ്യുന്നു. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നിവ ആവരണകല അല്ലെങ്കിൽ എപ്പിത്തൽ ടിഷ്യൂ. അതുപോലെ നാഡീകല, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നത് ഈ നാഡീകലയാണ്. ശരീരത്തിനകത്തും പുറത്തുമുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് ഈ നാഡീകലയാണ്. അതുപോലെ തന്നെ പേശീകല എന്ന് പറഞ്ഞാൽ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് ഈ പേശീകല. അതുപോലെ തന്നെ യോജകല എന്ന് പറഞ്ഞാൽ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിൽ താങ്ങും സംരക്ഷണം നൽകുന്നു. നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. പദാർത്ഥ സമാധാനം, രോഗപ്രതിരോധം മുതലായവ ധർമ്മം രക്തം നിർവഹിക്കുന്നു. ഓർത്തിരിക്കുക. അപ്പോൾ വളരെ ചെറിയ ഒരു SCRT ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ചാപ്റ്ററുമായി കാണാം. താങ്ക്